ജഗദീഷ് ചേട്ടനെ എന്താ പറയാ നമ്മൾ നേരിൽ കാണുന്ന ജഗദീഷ് ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ്. എപ്പൊ കാണുമ്പോഴും ജഗദീഷ് ചേട്ടൻ അങ്ങനെ ഒരുപാട് ചിരിയുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ജഗദീഷ് ചേട്ടനിൽ ഒരു നർമ്മ കലാകാരനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരായിരുന്നു? അല്ല ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഈ എന്റെ ചേട്ടന്റെ ഒക്കെ ഈ സോഷ്യൽ സ്റ്റഡീസിലുള്ള പുസ്തകങ്ങള് നോക്കിയിട്ട് അതിലുള്ള ചിത്രങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് ഈ ലീഡേഴ്സിന്റെ ഒക്കെ ഉണ്ടല്ലോ, അവര് ഞാൻ കുട്ടിക്കാലത്ത് തീരെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവരെ പോലെയൊക്കെ ഉള്ള ഷർട്ടൊക്കെ എടുത്ത് വെച്ച് എന്തെങ്കിലും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞതായിട്ട് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേ കുറച്ചൊരു പിന്നെ ഇതിലോട്ട് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ അമ്മ ഈ പൂജാമുറിയിലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയില് അമ്മയുടെ കൂടെ ഇരുന്ന് ചൊല്ലുന്ന ആ ഭക്തിഗാനങ്ങളൊക്കെ അതില് അവന് കുറച്ച് വാസനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നർമ്മത്തിന്റെ കാര്യത്തില് ഞാൻ എന്താ പറയാ, അന്ന് ഈ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങള് പിന്നെ എന്താ പറയാ ബെഡ്ഷീറ്റ് കർട്ടനായിട്ട് വിരിച്ചിട്ട് അകത്ത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത രീതിയിൽ നീ ഇന്നത് പറയണം കാണാനും നമ്മുടെ കൂടെ ഉള്ള 5-6 പേരാണുള്ളത്. അന്ന് കോമഡി സ്കിറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആകാശവാണിയിൽ യുവവാണിയിൽ ഇതളുകൾ എന്ന പരിപാടി ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളത് ഞാനാണ്. പിന്നെയാണ് പ്രിയദർശൻ, മോഹൻലാൽ. ഹ്യൂമറാണോ? അതിൽ യുവവാണിയിൽ ഇതളുകൾ എന്ന് പറഞ്ഞ പരിപാടി ഹ്യൂമറാണ്. അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് എഴുതി. അങ്ങനെയാണ് ഞാൻ എന്റെ എന്നിലുള്ള നർമ്മവാസനയെ ജഗതി എൻ കെ ആചാര്യ സാറിന്റെ നാടകങ്ങളിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, എന്നാലും ഒരു ഭയങ്കര കോംപ്ലിമെന്റ്, നിന്നിലൊരു ഭയങ്കര കോമഡി ക്യാരക്ടർ ഉണ്ട് എന്നുള്ള ആ ഒരു ഭയങ്കര കോംപ്ലിമെന്റ് ആദ്യമായിട്ട് തന്നത് ആരായിരിക്കും? അല്ല, അങ്ങനെ ഒരു സംഭവം ഞാൻ ഈ നാടകങ്ങളിലൊക്കെ ചെയ്ത അല്ലെങ്കിൽ ഈ അഭിനയത്തിലൂടെയാണ്. അല്ലാതെയുള്ള കാര്യങ്ങളിലൊക്കെ തമാശയ്ക്ക് അത്യാവശ്യം കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്. അപ്പോ അവര് ഒരു എന്തായിരുന്നാലും നമ്മളെ എന്റെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നത്തെ കാര്യം. ഇന്നത്തെ തലമുറ പറയുന്ന ഈ ചളൂന്നോ ചളം എന്നൊക്കെ പറയുന്ന അത്ര ചളി എന്നൊക്കെ പറയുന്ന അത്ര ബോറ് തമാശ പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയും അത് കേൾക്കാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്തോ എന്നെ കുത്തി പറഞ്ഞ പോലെ എന്തോ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിൽ ചിലത് ഞാൻ എന്റേതായ രീതിയിൽ മറുപടി പറയും. എന്ത് ചോദിച്ചിരുന്നാലും പറയുന്ന പോലെ നമ്മുടെ ആ ജനറേഷന് ചിലത് ഇഷ്ടപ്പെടണം, നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പറയുന്ന പോലെ ഡബിൾ മീനിങ് അശ്ലീലം അതിലൂടെ ചിരിപ്പിക്കാൻ ഞാൻ ഒരു കാലത്ത് ശ്രമിച്ചിട്ടില്ല. ഇല്ല അല്ലെ? ഇന്ന് തന്നെ ചേട്ടൻ നിങ്ങളുടെ രണ്ടുപേരെ ഷർട്ട് നോക്കാൻ പോലും ചേട്ടനാണ് ഒരു യൂത്ത് ഐക്കണായിട്ട് നിൽക്കുന്നത്. ഇത് നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് കാണിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും പറയണമെന്ന് അർജുന ആഗ്രഹമുണ്ടോ? ഒന്നുമില്ല. ഇത് നമ്മള് ഈ തീപ്പൊരി എന്നൊക്കെ പറയുമ്പോ അതല്ല, സിനിമയില് എന്റർടൈൻമെന്റും ഉണ്ട്. അതിന് റെപ്രസെന്റ് ചെയ്താണ് ഇങ്ങനെ തീപ്പൊരി ചെമ്പരത്തിയാണോ ഇട്ടിരിക്കുന്നത്? അതല്ലേ, എല്ലാ ഫ്ലവേഴ്സും ഉണ്ട്, പല ഫ്ലവേഴ്സും ഉണ്ട്. റോസാ